ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ പെരുമ്പളം പാലം കാണാൻ എത്തിയിരിക്കുകയാണ്. കേരള സർക്കാർ പെരുമ്പളം പാലം ഉദ്ഘാടനം ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. മാർച്ച് 30-നായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോഴാണ് ഞങ്ങൾക്കിത് കാണാൻ വരാൻ സാധിച്ചത്. സന്ധ്യയായി, എന്നാലും മനോഹര ദൃശ്യങ്ങളാണ് ഗൈസ്. മാവക്കുട്ടന് ഉറക്കമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി വരാൻ താമസിച്ചത്. ആൾ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. നോക്കൂ ഗൈസ്, എത്ര മനോഹര ദൃശ്യങ്ങളാണ്. ദിനംപ്രതി ഒരുപാട് ആൾക്കാരാണ് പെരുമ്പളം പാലം കാണാൻ എത്തിയിരിക്കുന്നത്. ഹായ്, ഒരാൾ ക്യാപ്പൊക്കെ വെച്ചിട്ട് എടുത്ത് കളയുകയാണ്. മനോഹരമായ ദൃശ്യമാണെന്ന് നോക്കൂ ഗൈസ്. ഒരുപാട് പാലങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു പാലം സൂപ്പറാണ് ഗൈസ്. പെരുമ്പളംകാർക്ക് ഇത് വളരെ അനുഗ്രഹമാണ്. ഒരുപാട് വീഡിയോസിൽ പറയണ കേൾക്കാം. ഒരുപാട് ആൾക്കാരെ ജോലിയും കഴിഞ്ഞിട്ട് ബോട്ട് കിട്ടാനും വെള്ളം കിട്ടാനൊക്കെ താമസിച്ച് ഇക്കരെ കിടന്ന് ഉറങ്ങിയിട്ടാണ് പിറ്റേ ദിവസം വീട്ടിലേക്ക് പോകുന്നത്. ഏതായാലും ഒരറുതി വരുത്തിയിരിക്കുകയാണ് നമ്മുടെ കേരള സർക്കാർ. നമുക്ക് എത്ര വലിയ നീളമുള്ള പാലമാണിതെന്ന്. പാലത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ് ഗൈസ്, നിങ്ങളെ കാണിക്കാൻ. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഫാമിലീസൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്താ പ്രശ്നം? ഇതിൻ്റെ നീളം ഇത്രയും ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗൈസ്. ചിലപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള പാലമായിരിക്കും ഇത്. എനിക്കറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നീളമുള്ള പാലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും തൈക്കാട്ടുശ്ശേരി പാലം വഴി കടന്നു പോകാറുണ്ട്. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ പാലങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ചേർത്തലയിൽ. എന്നാലും ഭയങ്കര അത്ഭുതമായിരിക്കുന്നു ഗൈസ്. 106 108 കോടി രൂപ മുടക്കിയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അവൻ നടക്കട്ടെ ചേട്ടാ. നോക്കൂ ഗൈസ്, എന്തോരം വാഹനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. പോ.
ഒരു ബോട്ട് പോകുന്നുണ്ടോ ഗൈസ്? അച്ഛനും മകനും കൂടി ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലാണ്. നോക്കൂ ഗൈസ്, അത്ഭുതവും പേടിയും തോന്നുന്ന കാഴ്ചകളാണ്. എന്തോ താഴത്ത് പോയല്ലേ? ഇതേ ഇതിൻ്റെ ഇതിൻ്റെ എന്തോ സാധനം താഴത്ത് പോയി. ദൂരെ ലൈറ്റും കാര്യങ്ങളൊക്കെ തെളിഞ്ഞിരിക്കുന്നുണ്ടോ ഗൈസ്? നടക്ക്. ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കുകയാണ് ഗൈസ്. അങ്ങനല്ല അങ്ങനെ പാലത്തിൻ്റെ മധ്യഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. ഏകദേശം സന്ധ്യ കഴിഞ്ഞു, രാത്രിയിലേക്ക് കടക്കുകയാണ്. എന്നാലും ഇവിടെ നിറയെ ആളുകളാണ് ഗൈസ്. ചെറുമോനും അവിടെ നിൽക്കണ, ഞാനിങ്ങോട്ട് പോകും. ഫോട്ടോയെടുപ്പ് കഴിഞ്ഞില്ല ചെന്നൈമാൻ്റെ. ഉണ്ട് പൊന്നച്ചേ. ബ്ലോക്കായിപ്പോയി. ഹലോ ഗൈസ്, അങ്ങനെ ഒരു ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഐസ്ക്രീം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല.